ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഭാരത് ബന്ദാണ്, മൊത്തത്തിൽ ലീവാണ്. പക്ഷെ നമുക്ക് ഇന്നൊരു ഫങ്ഷൻ ഉണ്ട്, എൻഗേജ്മെൻ്റ് ഉണ്ട് കസിൻ ബ്രദറിൻ്റെ. അപ്പം ഒരു പ്രോഗ്രാം ഇവിടെ അടുത്തുള്ള ഒരു ഹാളിൽ വെച്ചിട്ടാണ്, അനുഗ്രഹയിൽ വെച്ചിട്ടാണ്. അപ്പം അവിടെ പോകണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാകും. ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, എപ്പോഴും നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനെക്കൊണ്ട് പിന്നെ അതൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ റെഡി ആവാം, എന്നിട്ട് നമുക്ക് പരിപാടിക്ക് പോവാം. ഞാനിത് അവിടെ ഒരു ചെറിയൊരു ഹാമ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു സാധനം എടുത്തിട്ട് വരാം. ഇതാണ് ഞാൻ കൊടുക്കുന്ന ഹാമ്പർ, ചെറിയ ഹാമ്പർ. ചോക്ലേറ്റ്, നമ്മൾ ചെറിയ ചെറിയ മിനി സ്നിക്കേഴ്സ്, ബൗണ്ടി, അങ്ങനത്തെ എല്ലാ സാധനം മിനി ആയിട്ടുള്ള സംഭവങ്ങളില്ലേ, അപ്പം മിനി സെറ്റപ്പ് ചെയ്ത് ചോക്ലേറ്റ് ഹാമ്പറാണ്. ലുലുന്ന് വാങ്ങിയതാണ്, ആരാണ് ശരിയാക്കിയത്. അപ്പം ഇതൊക്കെ സെറ്റാക്കി, ഇതൊക്കെ സെറ്റാക്കി തന്നെ കേട്ടോ, ഞാൻ ആക്കിയതൊന്നുമില്ല. എനിക്കിതിലൊന്നും ഒരു പണിയില്ല. നമുക്കിങ്ങനെ നോക്കിയിരിക്കാം, സഹായിയായിട്ട് സൈഡിൽ ഇരുന്നാൽ മതി. നമുക്ക് ഇങ്ങനത്തെ പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി തന്നിട്ടാണ് മറ്റാൾ പോയത്. എവിടെ പോയതാന്ന് പറഞ്ഞില്ലേ. പക്ഷെ അതാ ഇന്നലെ വയനാട്ടിലെ ഒരു റിസോർട്ട് പോയതാണ്, ഒരു ഷോപ്പിൽ നിന്ന് അങ്ങനെ എല്ലാവരും കൂടി പോയതാണ്. ഇന്നലെ പോയി. ഇന്നിപ്പം വൈകുന്നേരം 6-7 മണിക്കാകുമ്പോഴത്തേന് വരെയിരിക്കും. ബന്ധായതുകൊണ്ട് എന്താണെന്നൊന്നും അറിയില്ല. സീനൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. നേരത്തെ വിളിച്ചപ്പോൾ അവിടെ ഒന്നും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എപ്പോഴാണ് എത്താന്നറിയില്ല. നമുക്ക് എന്തായാലും പരിപാടിയുണ്ട്. അപ്പം നമുക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്ക് അടിപൊളിയാക്കാം. നമ്മൾ ദിവസം അടിപൊളിയാക്കാം. എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആവട്ടെ. റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരം ആ മിററിൻ്റെ മുന്നിൽ നോക്കി, അവിടെ റെഡിയില്ല, ഇവിടെ റെഡിയില്ല, അത് റെഡിയില്ല, കണ്ണ് റെഡിയില്ല, ഒക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഓരോന്ന് നോക്കാനുണ്ടാകും. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടാകും, സെൽഫി എടുക്കാനുണ്ടാകും, ഫോട്ടോ എടുക്കാനുണ്ടാകും. അതൊക്കെ പിന്നെ സ്ഥിരമായി നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ റെഡി ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഹാമ്പറും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തു. നടന്നു പോകാമെന്നുണ്ടെങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഹാളിലേക്ക് എത്തും. അടുത്ത് തന്നെയാണ്. പിന്നെ റോട്ടുമ്മലൊന്നും തിരക്കില്ലല്ലോ, നമുക്ക് ധൈര്യത്തോടു കൂടി നടക്കാം. പിന്നെ പോകുന്ന വഴിക്കാണ് വരെ ഫാമിലി മെമ്പറിനെ കണ്ട. അപ്പം പിന്നെ ഓരോ കൂടെ ഞങ്ങൾ ബൈക്കിന് അങ്ങോട്ട് പോയി. ഒരു ഹർത്താൽ എൻഗേജ്മെന്റ് 2:30 ഒക്കെ ആയപ്പോൾ എല്ലാവരും എത്തി. അങ്ങനെ ഹാമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനുണ്ടാവില്ല. നമ്മളിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം അടുത്ത് നമുക്ക് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനത്തെ ഇങ്ങനെ വീഡിയോസ് കാണാമെന്നല്ലാണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് എൻ്റെ ഇതിൽ ഫസ്റ്റ് ടൈം ആട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു എൻഗേജ്മെൻറ്റിന് ഞാനായിട്ട് പോയിട്ടില്ല. എന്തെങ്കിലും ഞാൻ എൻ്റെ കസിൻസിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരു 10th 8th ഒക്കെ ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലേനല്ലോ. ഇപ്പോഴല്ലേ ഇതൊക്കെ ട്രെൻഡായി, നല്ല രസമല്ലേ. ഇത് സെക്കൻഡ് ടൈമാണെന്ന് തോന്നുന്നു ഇങ്ങനെ എൻഗേജ്മെൻറ്റിന് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങളവിടെ എത്തി, വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചു. അത് പിന്നെ എല്ലായിടത്തും വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അങ്ങനെ ഗോൾഡ് കൊടുക്കുക, നമ്മൾ കൊണ്ടുവന്നൊക്കെ ഹാമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിരുന്നു.
ഹാമ്പർ കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഞാൻ കയറിയ ടൈമിൽ ഞാൻ അവിടെ ഉള്ള ഏതോ ഒരു കുട്ടീൻ്റെ അടുത്ത് ഫോൺ കൊടുത്തുങ്ങാണ്ട് ഒന്ന് ഫോണിൽ കുറച്ച് വീഡിയോസ് എടുത്ത് തരണേന്ന് പറഞ്ഞു കൊണ്ട് ആ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ എല്ലാവരും കൊടുത്തു, കൊണ്ടുവന്നവരൊക്കെ ഹാമ്പർ കൊണ്ടുവന്നവരുണ്ട്, ഡ്രസ്സ് കൊണ്ടുവന്നവരുണ്ട്, അങ്ങനെ പല ഐറ്റംസ് നമുക്ക് എന്താ പറ്റുന്നോ അത് കൊണ്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഇതാണ് ഇങ്ങനെ എന്തെങ്കിലും ഹാമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കൽ, ഇങ്ങനെ എൻഗേജ്മെൻറ്റിനൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ. അങ്ങനെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം, ഫുഡ് കഴിക്കുക. നല്ല അടിപൊളി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എൻഗേജ്മെൻറ്റ് ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോയിട്ട് നല്ല വിഭവസമൃദ്ധമായ ഫുഡൊക്കെ ഉണ്ടാവും. അങ്ങനെ മന്തി, ബിരിയാണി, അതിൻ്റെ അച്ചാർ, സാലഡ്, അങ്ങനത്തെ എല്ലാവിധ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുഡിങ്, ഐസ്ക്രീം, കേക്ക്, അങ്ങനത്തെ എല്ലാവിധ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഭാഗം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊരു ഐസ്ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ 7up അങ്ങനത്തെ ഡ്രിങ്ക്സ് ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ വേറെ പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ എൻഗേജ്മെൻറ്റ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെ ആണ് വേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ ആയിട്ട് വരാം. ഇത് കുറച്ച് ലേറ്റായിപ്പോയി, ഒരു 1 വീക്ക് ലേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ടിൽ ദെൻ ബൈ.